Abba Love and Cookie Stories. ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട്, പുതിയൊരു റെസിപ്പിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ ഫിഷ് കറിയുടെ റെസിപ്പിയാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ചപ്പാത്തി, ചോറ്, വെള്ളയപ്പം എന്നിവയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാനായിട്ടും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ഇത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത് അടുത്ത ദിവസം സെർവ് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് കേരമീനാണ്. നന്നായിട്ട് ക്ലീനാക്കി എടുത്തിട്ടുള്ള കേരമീൻ. ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് വെച്ചിട്ട് അതിലോട്ട് കുറച്ച് പച്ചമുളക്, ആവശ്യത്തിന് ചെറിയ ഉള്ളി, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത്, ഇനി നമുക്കിതിലോട്ട് ഒരു ചെറിയൊരു തക്കാളി കൂടി ആവശ്യമുണ്ട്, ചെറുത് മാത്രം മതി. അപ്പോൾ അതും കൂടി ചേർത്ത് ഇതിനെ നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം. കറിക്കുള്ള മസാലപ്പൊടികളെല്ലാം മിക്സാക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് അതേ ചട്ടിയിൽ തന്നെ മീൻ ഫ്രൈ ചെയ്യാനുള്ളത് ഒന്ന് മസാല തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു ചെറിയൊരു കഷ്ണം ചെറുനാരങ്ങയും പിഴിഞ്ഞെടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മസാല തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതേ ചട്ടിയിൽ തന്നെ ഇനി നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 ടീസ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടി, 2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും, ഒരു 3 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. മല്ലിപ്പൊടി നന്നായിട്ട് വറുത്ത് പൊടിച്ചിട്ടുള്ള മല്ലിപ്പൊടിയാണ് ഈ ഒരു കറിയിലോട്ടായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പച്ച മല്ലിപ്പൊടി ഉപയോഗിക്കരുത്, അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ആകെ മാറിപ്പോകും കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ നേരത്തെ അരച്ചു മാറ്റി വെച്ചിട്ടുള്ള തക്കാളി, ഗാർലിക്, ജിഞ്ചർ പേസ്റ്റ് ഉണ്ടല്ലോ, അതുകൂടി ചേർത്ത് കൊടുക്കട്ടോ ഇതിൻ്റെ കൂടെ. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഈ സമയം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നല്ല തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് നിങ്ങൾക്ക് കറി വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. കൂടുതലായിട്ട് കുറച്ച് ലൂസ് ഒരു പരുവത്തിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആ ഒരു രീതിയിൽ വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കാനായിട്ട്. അതേസമയം തന്നെ ഞാൻ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ആ മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ട് അതും കൂടി ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പം നല്ല ടേസ്റ്റൊക്കെ ആവും. അപ്പോൾ അതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഞാനിവിടെ പുളിക്കായിട്ട് കുടംപുളിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനെ ഞാനൊരു 15 മിനിറ്റ് മുമ്പ് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് കഴുകിയെടുത്തിട്ടാണ് ഇത് നല്ല തിളച്ച വെള്ളത്തിലിട്ട് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ പുളിയും വെള്ളവും കൂടി നമുക്ക് ഒരേ സമയം തന്നെ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ പുളി കൂടുതൽ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് കുറച്ചൊന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം എടുത്തുകൊണ്ട് ഒഴിവാക്കിയാൽ മതി കേട്ടോ. ആ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. മീൻ കഷ്ണങ്ങളും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഇതുപോലെ ഇങ്ങനെ മിക്സാക്കി കൊടുക്കണം കേട്ടോ. ഞാനിവിടെ മീനിൻ്റെ വാലും തലയും അതെല്ലാം വെച്ചിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത് കേട്ടോ. അങ്ങനെ ആകുമ്പോഴും നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള മീൻ വെച്ചിട്ടും ഇതേ രീതിയിൽ നിങ്ങൾക്ക് കറി ഉണ്ടാക്കിയെടുക്കുക. കൂടുതലായിട്ടും കുറച്ച് ദശക്കട്ടിയുള്ള മീനാണ് കേട്ടോ ഈ ഒരു കറി ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അയല അതുപോലെയുള്ള മീനുകളൊക്കെ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊരു 10 മിനിറ്റ് നേരം തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മളിത് ഇതുപോലെ ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കണം കേട്ടോ. ഇത് എത്ര കണ്ട് കുറുകി കിട്ടുന്നു അത്രയും നല്ല ടേസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വേവിച്ചെടുക്കുക. ഈ കറി ഏകദേശം ഒരു 6 മിനിറ്റ് നേരത്തോളം ഇതുപോലെ ഇങ്ങനെ തുറന്ന് വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നല്ല രീതിയിൽ വറ്റിച്ചെടുത്തിട്ട് ഇതിങ്ങനെ താളിച്ചൊഴിക്കാതെ ഇതുപോലെ ഇങ്ങനെ ഇതിലോട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടും ആ ഒരു രീതിയിൽ നിങ്ങൾക്കിത് സെർവ് ചെയ്യാനായിട്ട് പറ്റും. ഞാനിത് കുറച്ച് താളിച്ചൊഴിച്ച് കൊടുത്തിട്ട് ആ ഒരു രീതിയിലാണ് സെർവ് ചെയ്യുന്നത്. കറി ഒന്ന് താളിച്ചൊഴിക്കാനായിട്ട് ഞാനിവിടെ ചീനച്ചട്ടിയിലോട്ട് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ടൊരു 7 ചെറിയുള്ളി നന്നായിട്ടൊന്ന് സ്ലൈസാക്കിയെടുത്ത് അതുകൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഗോൾഡൻ കളറിലായി കിട്ടുന്നത് വരെ നമുക്കിതുപോലെ ഒന്ന് ഫ്രൈ ആക്കിയെടുത്ത് നേരെ കറിയിലോട്ട് ഒഴിച്ച് കൊടുത്ത് മിക്സ് ആക്കിയെടുക്കുക. എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയെടുത്ത് അടുത്ത ദിവസം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയെടുത്ത് രാത്രിയിലൊക്കെ സെർവ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി കഴിക്കാനായിട്ട്. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ടും മറക്കരുത്. ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.